ഹായ് എവരിബഡി. പിന്നെ ആശമാര സമരം ഒരു 90% ആൾക്കാരും വീഡിയോയിൽ കണ്ടതല്ലേ, മീൻസ് ന്യൂസ് അല്ലേ. ഞാൻ അവരുടെ കൂടെ 10 ദിവസം തൊട്ട സൈഡിൽ ഇരുന്ന ഒരാളാണ്. ഞാൻ പറയുന്നതിൽ ദയവ് ചെയ്താലും നെഗറ്റീവ് കാണരുത്. ഞാൻ തൊട്ട് സൈഡിലുണ്ടായ ആളാണ്. ഇവർക്ക് സമരന്നേ പറയാൻ പറ്റും. അതായത് ഇവർക്ക് ഷെഡ് കെട്ടാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ കെട്ടലിടാൻ 3 ഫേസ് കണക്ഷൻ, പ്ലഗ്, സർവ്വസന്നാഹത്തോടും കൂടി അവരവിടെ ഇരിക്കുന്നത്. പിന്നെ വിഭവസമൃദ്ധമായ ഫുഡ് വണ്ടിയിൽ വരും. പിറകിൽ ഭയങ്കര കട്ട സപ്പോർട്ടിനാളുണ്ട്. ഇപ്പം ഞാനായാലും എനിക്കിപ്പോൾ ഒരു നീതിക്ക് വേണ്ടി ഞാനൊരു 10 ദിവസം ഇരിക്കണമെങ്കിൽ റോഡ് കിടക്കാൻ മാത്രം ഭക്ഷണം കഴിച്ച് മിനറൽ വാട്ടർ വാങ്ങി 40 രൂപ ഫ്രഷ് ആവാൻ കൊടുത്ത് ഒരു വ്യക്തിക്ക് കിടക്കാൻ ഒരാർഭാടും ഇല്ലാതെ ആഹാരം കഴിച്ച് കിടക്കാൻ ചുരുങ്ങിയത് 700 രൂപ വേണം ഒരാൾക്ക് ഒരു ദിവസം. അപ്പം ഈ 400 500 ആള് 50-60 ദിവസം കിടക്കണമെങ്കിലില്ല പൈസ. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് പൈസ കൊണ്ട് കൊടുത്തു. ഓക്കെ, ഇവരെ ശരിക്കുള്ളൊരു ഇതെന്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അതിശക്തമായ ഓപ്പോസിറ്റ് പാർട്ടീൻ്റെ പിന്തുണയുണ്ട് ഇവർക്ക്. ഇപ്പം ഞാൻ പൊളിറ്റിക്കലായിട്ട് പോയതല്ല, ഞാൻ എൻ്റെ സത്യാവസ്ഥ നീതി വേണം എന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത്. അല്ലാതെ എൻ്റെ അടുത്തൊരു പൊളിറ്റീഷ്യൻ വന്നിട്ടില്ല, ഞാൻ ഒരു പൊളിറ്റീഷ്യനെ വിളിച്ചിട്ടുമില്ല. തെറ്റാണ് ആരായാലും. അതേപോലെ ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അത്രയും സപ്പോർട്ടില്ലാതെ, ഫിനാൻഷ്യലി ഇല്ലാതെ, ഫിസിക്കലി മെൻ്റലി ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. പിന്നെ സാധാരണ ഒരു 18 വയസ്സായ ഒരു വ്യക്തി PSC പരീക്ഷ എഴുതിയിട്ട് ചോദിക്കുന്ന ആനുകൂല്യമാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് നിങ്ങൾ ഒരു ദിവസം 1000-2000 എത്ര വേണമെങ്കിലും അവർക്കുള്ള കൂലി കൊടുക്കുക, അല്ലെങ്കിൽ ഓണറേറിയോ എന്തെങ്കിലും കൊടുത്തോ. നമുക്ക് അതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടൊന്നും അറിയില്ല. പക്ഷെ അവിടെ എഴുതി വെച്ചത് ഞാൻ കണ്ടത് റിട്ടയർഡ് ആവുമ്പോൾ 5 ലക്ഷം വേണം. അതുപോലെ പെൻഷൻ. ഏത് പരീക്ഷ എഴുതിയിട്ട് അവരെ കയറിയത്? റിട്ടയർഡ് ആവാനും പെൻഷൻ ആവാനും. അവരെ ഒരു തരത്തിലും വില കുറച്ച് കാണാനോ അവരെ ജോലി വില കുറച്ച് കാണാനോ അവരെ പ്രതിഷേധത്തിന് വില കുറച്ച് കാണാനോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പം സാധാരണ PSC എഴുതി കയറിയവർക്ക് ഇപ്പം നിലവിലില്ല എംപ്ലോയീസിന് തന്നെ ശമ്പളമോ പെൻഷനോ മറ്റൊരാനുകൂല്യം ഒരുറപ്പുമില്ല. 2004 മുന്നേ കയറിയവർക്ക് മാത്രമാണ് ഒരു പെൻഷൻ്റെ ഒരു പ്രതീക്ഷയുള്ളത്. അല്ലാത്തവർ അതുമില്ലാതെ കുഴഞ്ഞ് മറിഞ്ഞ് ചക്ക കൊത്തി പുല്ലിലിട്ട പോലെ കിടക്കുകയെന്ന്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആശമാർക്ക് എന്തിനാണ് പെൻഷൻ? എന്താണ് അവർ ഉപാധി? അവർ എന്ത് പഠിച്ചിട്ടേ കയറുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി ആശമാരെ എടുക്കുമ്പോൾ അത് PSC ആക്കണം. പിന്നെ അതിൽ ചില ലേഡീസിന് ഭയങ്കര എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അവിടെ റോഡിൽ വീണ് ഒരു ചേച്ചി പാവം തല മൊട്ടടിക്കും ചെയ്തിന്, പാവം തല ഇങ്ങനെ റോഡിലിട്ടടിക്കുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയി. അതിൽ 1-2 സ്ത്രീകളുടെ അടുത്തുനിന്ന് അത്ര നല്ലൊരു അനുഭവമല്ല, ഒരുപാട് നല്ല ആൾക്കാരും ഉണ്ട്. നല്ല എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ച് വളരെ നല്ല ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാനും എൻ്റെ കൂടെയില്ല ആളും. നമ്മൾ ഓടിപ്പോയി എന്തോ ബഹളം കേട്ടിട്ട്. അപ്പം എന്തോ ചർച്ച ഫെയിലായതുകൊണ്ട് ബഹളം. എനിക്ക് ഭയങ്കര വിഷമം. മുടിയുമില്ലാത്ത തല ഇങ്ങനെ ഇതാക്കി അങ്ങനെ ഭയങ്കര ബഹളമായി. കുറച്ച് സമയം നീണ്ടു നിന്ന ബഹളമായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ. അപ്പം ഒരു സൈഡിലെ റോഡിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടാക്കി. പിന്നെ അവരോട് തിരിച്ച് പന്തലിലേക്ക്, അവർക്ക് പന്തൽ, കട്ടൽ, കിച്ചണടക്കം അവിടെയുണ്ട്. ഗ്യാസും പാലും ഇഡലിയും സാമ്പാറും പുട്ടും കടലയും ചോറും എല്ലാം അവിടെയുണ്ട്. നല്ല ഹൈ സെറ്റപ്പിലാണ് സമരം. അപ്പോൾ അങ്ങോട്ട് മാറാൻ പറയുമ്പോൾ ഞാനും മറ്റേ ഇവരും അടിയുണ്ട്. അപ്പം ആശമാരൊക്കെ ഉള്ളിലേക്ക്, ആശമാരല്ലാത്തവർ ഇവിടെ നിൽക്കരുത്.
അങ്ങനെയുള്ളവരാണ് ഇന്ന് പൊതുജനങ്ങൾ അവിടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒരുപാട് ചർച്ചയിലൊക്കെ കാണുന്ന VIPs അവിടെ ഇന്ന് പോകുന്നുണ്ട്. എന്തറിഞ്ഞിട്ട് അവരൊക്കെ പോകുന്ന PSC എഴുതിയ ആനുകൂല്യം ലോകത്തെ ഒരു സാധാരണ എംപ്ലോയ്മെൻ്റ് എടുക്കുന്നവർക്കോ അല്ലാതെ ഡെയിലി വേജസ് എടുക്കുന്നവർക്കോ എവിടെയും കൊടുത്തിട്ട് കാണുന്നില്ലല്ലോ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ എംപ്ലോയ്മെൻ്റ് എടുക്കുന്നത് മുന്നൊക്കെ ബേസിക്കിൻ്റെ പൈസ കിട്ടുമായിരുന്നു. ഇപ്പോൾ 700 രൂപയേ ഉള്ളൂ, 700 സംതിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും സർക്കാർ ജോലിൻ്റെ ബേസിക്കും സർക്കാർ ജോലി കഴിഞ്ഞിട്ട് പോകുന്നവരെ ആനുകൂല്യം ആശമാർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് എങ്ങനെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെ അവിടെ കൂടുന്നത്, അതും വലിയ വലിയ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന മഹാന്മാരെയൊക്കെ കണ്ടു. ഒരു കവിയോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. അദ്ദേഹം പലരും ഒന്നും അറിയാതെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. എത്ര വേണമെങ്കിലും നിങ്ങൾ കൂലി കൊടുത്തോ, എന്താനുകൂല്യം കൊടുത്തോ, പക്ഷെ ഒരിക്കലും PSCൻ്റെ ബേസിക്കോ അവർ പിരിഞ്ഞു പോകുമ്പോൾ ഇങ്ങോട്ട് പിരിയാൻ, ഏത് ഏജിൽ പിരിയാൻ, എന്ത് മാനദണ്ഡത്തിലാണ് എടുത്തത് അത്ര ആ മാനദണ്ഡത്തിൽ പിരിയാൻ, ഏത് പിന്നെ പരീക്ഷ എഴുതി കയറിയിട്ട പെൻഷൻ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കബിൾ. ഇത് പ്രാക്ടിക്കൽ അല്ല. അതിനാണ് സമരം. അത് പറഞ്ഞിട്ട് കുറേ ആളിന്ന് നമ്മളോടൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞവർ ഇന്ന് പബ്ലിക്കിനെ വിളിച്ചു. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പോയിരുന്നാലും ജെന്യൂനിറ്റി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടേക്കുള്ള വനിതാ പോലീസുകാർ കഷ്ടപ്പെട്ട് ട്രെയിനിങ് കഴിഞ്ഞ് പരീക്ഷ എഴുതി സഹിക്കാൻ പറ്റാത്ത റിസ്ക് എടുത്ത് ഉറക്കമില്ലാതെ കാല് കഴപ്പ് വെച്ച് എഴുന്നേറ്റ് ഞാനവിടെ പോയി കിടന്ന ശല്യം അവർക്കാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ദ്രോഹം വന്നാൽ അവരോടല്ലേ ചോദിക്കുക. എനിക്കെല്ലാം കിട്ടിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും തീരെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പോയത്. മനസ്സിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം കൊണ്ടാണ് ഞാൻ പോയത്. സഹിക്കാൻ പറ്റാത്ത റിസ്ക് എടുത്തിട്ട് വനിതാ പോലീസുകാരൊക്കെ ജോലി ചെയ്യുന്നു. അവർക്കൊന്നുമില്ലാത്ത ആനുകൂല്യം എങ്ങനെ ആശമാർക്ക് കൊടുക്കുക? അവർക്ക് പിന്നെ നമ്മൾ ഈ പങ്കാളിത്ത പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കയ്യിൽ കിട്ടാനില്ല. അങ്ങനെയുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ രാവും പകലും ഉറക്കൊഴിഞ്ഞ് അടിയും കുത്തും കഞ്ചാവും മയക്കുമരുന്നും ആര് കയറി വരുമ്പം കൈകാര്യം ചെയ്യുന്ന അവരൊക്കെ ബേസിക്കോ അല്ലെങ്കിൽ നമ്മളെ ONTയോ അല്ലെങ്കിൽ LDC ബേസിക് എങ്ങനെയാണ് ആശമാർക്ക് കൊടുക്കുക? എങ്ങനെ എവിടെ നിന്ന് അവർ പിരിയുന്നത്? ഏത് സംവിധാനത്തിൽ നിന്ന് അവർ പിരിയുന്നത്? അവർക്ക് ജോലിക്കുള്ള കൂലി നിർബന്ധമായിട്ടും കൊടുക്കണം. 232 രൂപ പോയിട്ട് 472 അല്ല 500 ഉണ്ടായാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഒരു കടയിൽ പോകാനില്ല, ഒരു കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനില്ല. പക്ഷേ ചോദിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. മര്യാദ കേട്ട് ചോദിക്കരുത്. എനിക്കിപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ ITIയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്തോ ആണ്. ഞാൻ PhDൻ്റെ സാലറി ചോദിച്ചാൽ എനിക്ക് സർക്കാർ തരുമോ? തരില്ല. ആശമാർ ചോദിക്കുന്നത് തീർത്തും പകുതി പോർഷൻ തെറ്റാണ്. അവർ ചോദിക്കുന്ന ആനുകൂല്യമൊക്കെ ശരി തന്നെ. പക്ഷെ റിട്ടയർഡ് ആവുന്ന എവിടെ നിന്ന് എങ്ങോട്ട് റിട്ടയർഡ് ആവുന്നു? ഏത് ഏജിൽ കയറി? എന്താണ് റിട്ടയർഡ് ആകുമ്പോൾ പൈസ ചോദിക്കുന്നതിൻ്റെ അർത്ഥം? പെൻഷൻ. എന്ത് പെൻഷൻ? 30 കൊല്ലം പശുവിനെ കറന്നാക്ക് 1500 രൂപ എൻ്റെ അമ്മക്ക് മിൽമേൻ്റെ പെൻഷൻ ഉണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിൻ്റെ പെൻഷൻ 600 രൂപയാക്കി കുറച്ചു. അറിയോ? തീർത്തും കിട്ടാത്ത സംഭവത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രശ്നം. അവരെ ഓണറേറിയം എന്നെല്ലാം പറയുന്ന സാധനം വർദ്ധിപ്പിച്ചോട്ടെ. അല്ല, അവർക്ക് ഡെയിലി ഇപ്പോൾ ഒരു പുല്ല് പൊരിക്കുന്നവനെയും ഉണ്ട്, കൊന്നിട്ട് ജയിലിൽ പോയൊക്കെ ഉണ്ട് പൈസ. പക്ഷെ വിരമിക്കൽ ആനുകൂല്യം, ബേസിക് പൈസ ഇതൊന്നും കിട്ടുന്നതല്ല. അപ്പം അത് മനസ്സിലാക്കാതെ സർക്കാരിനെ കരുതേക്കാൻ വേണ്ടിയിട്ട് കുറേ നേതാക്കന്മാരും കുറേ സാംസ്കാരിക പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവരും കുറേ സ്ത്രീ തൊഴിലാളികളും എല്ലാം അവിടെയുണ്ട്. അവരെ ജോലീനെ മാനിക്കുന്നു, ആശമാരെ ജോലീനെ മാനിക്കുന്നു, അവരെ വ്യക്തിത്വത്തിനെ മാനിക്കുന്നു, അവരെ പിന്നെ സമരത്തിനെ മാനിക്കുന്നു, അവരെ പ്രതിഷേധത്തിനെ മാനിക്കുന്നു. എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുന്നു. PSC എഴുതി കിട്ടുന്ന ആനുകൂല്യം ചോദിച്ചാൽ ഈ ജന്മം നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല, നടക്കുകയില്ല. അത് നിങ്ങൾ ഏത് സർക്കാരോട് ചോദിച്ചാലും കിട്ടില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇനി ആശമാരെടുക്കുന്നത് PSC വഴിയായിരിക്കണം.
അല്ലാതെ ഒരു കാരണവശാലും അത് നടക്കുന്ന കേസല്ല. ഞാൻ നേരിട്ട് കണ്ട ഒരാളെന്നുള്ള നിലയിൽ ഞാനത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കര പുറകിലെ സപ്പോർട്ടും പൈസയും സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നു. കിട്ടാത്ത കാര്യത്തിന് ഇരുന്നിട്ട് കാര്യമില്ല.